അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ലഞ്ച് വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ തക്കാളിക്കറിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ തക്കാളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു തക്കാളിക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് തക്കാളി, ഉള്ളിയും പച്ചമുളകും കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവാൻ വെച്ചു. ഇനി ഇതിനൊരു അരപ്പ് നമുക്ക് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ തലേദിവസത്തെ മീൻ വറുത്തതുകൊണ്ട് മീൻ വറക്കാനുള്ള മസാല ചേർത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ആദ്യം അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ അതിൻ്റെ അകത്തേക്ക് ഇവിടെ പച്ചമുളകും കാന്താരിയും ഒക്കെ കൂടെ മിക്സ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. ജീരകമാണ് മെയിൻ ഐറ്റം. അതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ 1-2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ എടുത്തിട്ട് അതും എടുത്ത് നല്ലതായിട്ട് ഈ തക്കാളി എടുത്തിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി കോവയ്ക്ക മെഴുക്കോട്ടി വെക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്കകത്തേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറേ സമയത്തേക്ക് വെക്കുക. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് തക്കാളിക്കറിക്ക് കടുക് വറുത്ത് ഒഴിക്കാം കേട്ടോ. ഇച്ചിരി മുളക് പൊടിയും ഇട്ട് കടുക് വറുത്ത് ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് കോവയ്ക്ക അതാ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ആക്കിയിട്ട് അതിന് വറക്കാൻ നമുക്കൊരു പാനിലേക്ക് വെക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കോവയ്ക്ക വെച്ച് പയ്യെ വഴറ്റി എടുത്താൽ മതി. അപ്പോൾ എണ്ണയും കുറച്ചേ ആവുള്ളൂ, സമയലാഭമാണ്. അത്രയേ ഉള്ളൂ.